ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മണി പ്ലാന്റ്സ് സ്റ്റോക്ക് എടുത്തപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് കിട്ടാതായിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും ഒരുപാട് പേര് ചോദിച്ചു വരുന്നുണ്ട്. നമ്മൾ വീണ്ടും മണി പ്ലാന്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്കൊരു 3 വെറൈറ്റിയാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു 4-5 വെറൈറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം 3 വെറൈറ്റീസ് ആണ് വന്നിട്ടുള്ളത്. റേറ്റ് ഒക്കെ സെയിം തന്നെയാണ്. ഇതിൽ കാണിക്കുന്ന ഏത് പ്ലാന്റ് എടുത്താലും നമുക്ക് റേറ്റ് വരുന്നത് 160 രൂപയാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് വെറൈറ്റീസ് ഉള്ളതെന്ന് പെട്ടെന്ന് നോക്കാം. അപ്പൊ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്കൊരു 3 വെറൈറ്റി പ്ലാന്റ്സ് ആണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ നിയോൺ പോത്തോസിന്റെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസിലാണ് പ്ലാന്റ്സ് വന്നിരിക്കുന്നത്. റേറ്റ് നമുക്ക് വരുന്നത് 160 രൂപയാണ് കേട്ടോ. പഴയ റേറ്റ് തന്നെയാണ്. റേറ്റിന് വ്യത്യാസമൊന്നുമില്ല. നല്ല ഒരു ലൈറ്റ് ലെമൺ യെല്ലോയും അതേപോലെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ഈ പ്ലാന്റിന് വരുന്നത്. ഇത് നല്ല ഹാങ്ങിങ് ആയിട്ട് വളരുന്ന പ്ലാന്റ്സ് തന്നെയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കാണുന്ന പലർക്കും സംശയം ഉണ്ടാവും ഇത് ഹാങ്ങിങ് ആയിട്ട് ഇറങ്ങുമോന്ന്. ഈ ഒരു പ്ലാന്റിൽ നോക്കുകയാണെങ്കിൽ ഇതാ കണ്ടോ, ഇതേപോലെ ഇങ്ങനെ വള്ളിയായിട്ട് ഇറങ്ങുന്ന ടൈപ്പ് പ്ലാന്റ്സ് തന്നെയാണ്. ഇതിങ്ങനെ ലീഫ് കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇതിൽ നിന്ന് പ്ലാന്റ്സ് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ബുഷിയായിട്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് വള്ളികൾ ഇങ്ങനെ ഇറങ്ങി തുടങ്ങും. ആ ഒരു ടൈപ്പ് പ്ലാന്റ് തന്നെയാണ്. അല്ലാതെ ആ മണി പ്ലാന്റ് ഈ മണി പ്ലാന്റും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്ലാന്റ് നിയോൺ പോത്തോസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എൻജോയ് പോത്തോസ്. ഇതും ഹാങ്ങിങ് ആയിട്ട് ഇറങ്ങുന്ന തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഉണ്ടോ വള്ളിയായിട്ട് നീണ്ടു പോകുന്ന കാണാനായിട്ട് പറ്റും. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു ഗ്രീനും അതേപോലെ നല്ലൊരു വൈറ്റും ഷെയ്ഡിലാണ് ഇതിന്റെ ലീവ്സ് വരുന്നത്. അതേപോലെ മറ്റ് മണി പ്ലാന്റ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ ലീഫിന്റെ സൈസ് കുറച്ച് ചെറുതായിരിക്കും, കാണാൻ കുറച്ച് ക്യൂട്ട് ആയിരിക്കും കാണാനായിട്ട്. അപ്പൊ ഇത് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സെറാമിക് പോട്ട്സിലൊക്കെ സെറ്റ് ചെയ്ത് വീട്ടിനുള്ളിൽ വളർത്താം. ഇല്ല ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്തണമെന്നുള്ളവർക്കാണെങ്കിൽ ഇതിന്റെ ഒരു 2 പോട്ടൊക്കെ കമ്പൈൻ ചെയ്ത് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് പ്ലാന്റ്സ് ഹാങ് ചെയ്ത് ഇറങ്ങാനായിട്ട് തുടങ്ങും. അപ്പൊ റേറ്റ് സെയിം തന്നെയാണ്. 160 റുപ്പീസ്, 160 രൂപ തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് മഞ്ജുള പോത്തോസിന്റെ കുറച്ച് പ്ലാന്റ്സ് ആണ്. ഇതേപോലെ നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയുള്ള ലീവ്സിലൊക്കെയാണ് വന്നിരിക്കുന്നത്. കാണാൻ നമ്മുടെ മാർബിൾ പോത്തോസ് പോലെ തോന്നുമെങ്കിലും 2 പ്ലാന്റ്സ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ലീഫിന്റെ ഷേപ്പിലാണെങ്കിലും കളർ ഷെയ്ഡിലാണെങ്കിലും തമ്മിൽ വ്യത്യാസമാണ്. നമ്മൾ 2 പ്ലാന്റ്സ് ഒരുമിച്ച് കണ്ടാലേ അതിന്റെ കളർ ഡിഫറൻസ് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പൊ പലർക്കും സംശയമുണ്ട് ഇത് രണ്ടും സെയിം പ്ലാന്റ് ആണോ? നല്ല രണ്ടും ഡിഫറെന്റ് പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് മഞ്ജുള പോത്തോസിന്റെ പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ലീവ്സും നല്ലൊരു പാറ്റേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതും നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ, ഇല്ലാതെ വേണമെങ്കിൽ നമ്മുടെ വീടിനുള്ളിലൊക്കെ ബുഷിയായിട്ട് ഇതേപോലെ കീപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ കീപ്പ് ചെയ്യാം. അതിനൊക്കെ പറ്റിയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നല്ല ഒരു 2-3 കൂടുതൽ ഷൂട്ട്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിനകത്ത്. ഇതിൽ നോക്കുമ്പോൾ തന്നെ ഈ പ്ലാന്റ് എത്രത്തോളം ബുഷിയായിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചതിൽ ഈ എൻജോയ് പോത്തോസും അതേപോലെ തന്നെ നിയോൺ പോത്തോസും ഒക്കെ കുറച്ച് വെയിറ്റ് ഉള്ള പോട്ടിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് പോട്ടോട് കൂടി അയക്കുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് പോട്ടിൽ നിന്ന് ഇളക്കിയിട്ടായിരിക്കും അയക്കുന്നത്. പക്ഷെ നമുക്ക് ഈ മഞ്ജുള പോത്തോസ് വേണമെങ്കിൽ നമുക്ക് പോട്ടോട് കൂടി തന്നെ അയക്കാൻ പറ്റും. അത്യാവശ്യം കുറച്ച് വെയിറ്റ് കുറവാണ്, ചെറിയ പോട്ടൊക്കെ ആയതുകൊണ്ടിട്ട്. പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കൊറിയർ ഫെസിലിറ്റി ആണുള്ളത്, DTDCയും പ്രൊഫഷണലും. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ DTDCയുടെ കൊറിയർ ചാർജിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു 10 രൂപയുടെ ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പൊ കൊറിയർ ചാർജ് ചിലപ്പോൾ ഇനി തൊട്ടിട്ട് അങ്ങോട്ട് 70 രൂപ എന്ന് പറയുന്നത് 80 രൂപയിലേക്ക് മാറും. നിങ്ങളുടെ സ്ഥലത്തൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെ എവിടെയൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പോസ്റ്റിൽ വന്നതുപോലെ ഇപ്പോൾ DTDCയിൽ വന്നിട്ട് വോളിയോമെട്രിക് ആയിട്ടുള്ള കൊറിയർ ചാർജ് ആണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ബോക്സിന് 1 കിലോയ്ക്ക് അകത്തേ വെയിറ്റ് ഉള്ളെങ്കിലും പക്ഷെ ബോക്സിന് സൈസ് ഉണ്ടെങ്കിൽ ആ ബോക്സിന്റെ വോളിയം എടുക്കുമ്പോഴത്തേക്ക് 1 kg മുകളിലാണ് അതിന്റെ വോളിയം വരുന്നതെങ്കിൽ ആ ഒരു വെയിറ്റ് അനുസരിച്ചിട്ടായിരിക്കും അതിന് കൊറിയർ ചാർജ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ വെയിറ്റ് കാണത്തില്ല, പക്ഷെ അതിന്റെ വോളിയം അത്രേ ഉള്ളത് കൊണ്ടിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കൊറിയർ ചാർജ് എടുക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ DTDCയിൽ നിലവിൽ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ബോക്സിന്റെ സൈസിനനുസരിച്ച് കൊറിയർ ചാർജിൽ ഡിഫറൻസ് വരും കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് പ്ലാന്റ്സ് അയക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ പലരും കയ്യിൽ കിട്ടുമ്പോൾ ഇത്രയും വെയിറ്റ് ഇല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ വോളിയോമെട്രിക് ആയിട്ടുള്ള വെയിറ്റ് അനുസരിച്ചിട്ടുള്ള ഇതാണ് വരുന്നത്. അപ്പൊ നമ്മൾ നിങ്ങൾക്ക് ഇട്ടുതരുന്ന സ്ലിപ്പിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. മിനിമം ചാർജ് വരുന്ന സ്ലിപ്പിലാണെങ്കിൽ അതിന്റെ മിനിമം ചാർജ് മാത്രം എഴുതിയിരിക്കും. വോളിയോമെട്രിക് ആയിട്ടുള്ള ഇതിൽ വരുന്ന കൊറിയർ ചാർജിൽ അവർ അതിന്റെ ലെങ്തും ബ്രെഡ്ത്തും വോളിയും ഒക്കെ എഴുതിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. സ്ലിപ്പ് ആണ് നമ്മൾ ഇട്ട് തരുന്നതെങ്കിൽ. അപ്പം അങ്ങനെ ഒരു ഇത് കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ അവിടുത്തെ DTDCയിലും പോസ്റ്റ് ഓഫീസിലൊക്കെ ഈ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ, നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല ഇവിടെ മാത്രമാണോ നമുക്ക്
അറിയത്തില്ല, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ പ്ലാൻസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നല്ല പ്ലാൻസ് ആണ്. മണി പ്ലാന്റ്സ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവർക്ക് ഇപ്പൊ വാങ്ങിക്കാൻ നമുക്ക് ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പ്ലാന്റ് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള പ്ലാൻ റിലേറ്റഡ് വീഡിയോസിനായിട്ടും അതേപോലെ സെയിൽ വീഡിയോസിനായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്ലാൻസ് ഓർഡർ പ്ലേസ് ചെയ്യാനും പറ്റും. അപ്പം നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.